എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് മോർണിംഗ്. തന്ത വൈബിലേക്ക് സ്വാഗതം. ഞായറാഴ്ച ഒരു 8 അടുക്കളയിൽ പോലെ കിട്ടില്ല എന്ന് പറഞ്ഞാല് അമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു സംഗതിയാണത്. അപ്പോ ഇന്ന് ഞായറാഴ്ച നല്ല മഴയല്ലേ, ഇന്നും മഴ തന്നെയാണ്. ചെറിയൊരു സമാധാനമുണ്ട്, എന്നാലും മഴ തന്നെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച നമ്മൾക്ക് അങ്ങോട്ട് പോകണ്ട, വീട്ടിലെടുക്കാം. പിന്നെ രഞ്ജി ഇവിടെ ഇല്ല. അപ്പൊ രഞ്ജി പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോ അടുത്ത ഞായറാഴ്ച പണിക്ക് പോകും. രഞ്ജി വയനാട്ടിലുള്ളത്, വയനാട്ടിൽ പണിയിലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്കങ്ങനെ രഞ്ജി ചിലപ്പോ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് എങ്ങോട്ട് പോകും. എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. അങ്ങനെ പോയാൽ പിന്നെയും മൂഡ് ഔട്ട് ആവും. എന്നാലും ഞാൻ ചിലപ്പോ പോകും, നോക്കുക. ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മ മറ്റേ കുടുംബ സംഗമത്തിന് പോയതാ, മാമന്റെ വീട്ടിൽ. ഇല്ലാത്തതുകൊണ്ട് നല്ല ഇന്നലെ ഞാൻ പിന്നെ ആരുമില്ലല്ലോ, അപ്പൊ ഞാൻ കോഴിമുട്ട വാങ്ങിയും ചെയ്തു. പക്ഷെ ഇന്നലെ അങ്ങനെ ഭക്ഷണം വേറെ രീതി കഴിച്ചുകൊണ്ട് അത് ഇതുപോലുണ്ട്. അപ്പൊ 2 ഓംലേറ്റ് അടിച്ചിട്ട് പിന്നെ അമ്മായി 2 മാങ്ങ തന്നിട്ട്, അപ്പൊ ഈ മാങ്ങയുടെ കഥ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടു നോക്കി അപ്പൊ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ ഇതും കഴിക്കുക രാവിലെ. ചപ്പാത്തി ഉണ്ടാക്കണ്ടേ, അത് നമ്മൾക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കാം. ഞാനുണ്ടല്ലോ, ഈ ഓയിൽ ഞാൻ ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ട് ക്ലിയർ ആവില്ല. ഈ ഓയിൽ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് അത് കറക്കി വേണ്ടി ഉപയോഗിച്ചു കുറച്ച് തീരാനായിട്ട്. ഞാനെങ്കിലും ഓംലേറ്റ് ഉണ്ടാക്കുന്നു എടുക്കാറൊന്നും കരുതി വെച്ചതേ. ഓംലേറ്റ് അല്ല കേട്ടോ, ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പണിയില്ലേ. ബുൾസൈ ബുൾസൈന്നാണ് ഞാൻ മാങ്ങ എടുക്കുന്നത്. മാങ്ങയാണോടാ ബുൾസൈ ഇടേണ്ടത്? ഇവിടെ 2 കത്തിയും, ഇപ്പൊ ഒരു കത്തി അവിടെ കാണുന്നത്. അവിടെ പോയിരുന്നു, നല്ല കത്തിയല്ലോ. മഴ എന്തായാലും ഇന്നൊരു ദിവസം വേണേ മുന്നോട്ടല്ലേ. എമ്മാതിരി പ്രശ്നങ്ങൾ ഒരു ദിവസം മഴ പെയ്യുമ്പോൾ. നമ്മളെ ചില സ്ഥലങ്ങളിലൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞ കാര്യമില്ല, അനുഭവിക്കുന്നവരുണ്ടല്ലോ.
ഇതൊക്കെ മതിയോ? ഒന്നുകൂടി എടുക്കല്ലേ. ഞാൻ ഇത് മഞ്ഞ കഴിക്കുന്നില്ല, മഞ്ഞ ഞാൻ ഒഴിവാക്കും. മഞ്ഞാണ് എല്ലാം പൊട്ടുകയും ചെയ്തു. ഒരെണ്ണോ നല്ലപോലെ കിട്ടിയില്ല. അങ്ങനെ എടുക്കുന്ന എന്താ പറയുക, മാക്സിമം കിട്ടണം. ഇവിടുന്ന് എന്തെങ്കിലും എടുത്താണെങ്കിൽ കേക്ക് വെക്കുമല്ലോ. അയ്യോ, ഉപ്പിട്ടില്ല. ഉപ്പ് അവിടെ കുറച്ച് കൂടുതലായി പോയി. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ ചെയ്തിട്ട് ഇങ്ങനെ കൈ കഴിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ ബുൾസൈ ഉണ്ടാക്കിയാൽ എന്താ അറിയോ, ആ മഞ്ഞ നമുക്ക് മാക്സിമം എടുത്താൽ ഒഴിവാക്കാം. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പൊളിച്ചൊഴിവാക്കാം. അതാണ് ഞാൻ ആ ബുൾസൈ ചെയ്യും. ബുൾസൈ ചെയ്യുമ്പോ തിരിച്ചുവിടും. തിരിച്ചിടുമ്പോ ആ മഞ്ഞ ശരിക്കും അവിടെ വേർതിരിഞ്ഞു നിൽക്കും. നമുക്കത് പൊളിച്ച ഒഴിവാക്കാം. അപ്പോ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഞാൻ ഇന്നലെ ചകിരിച്ചോറ് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ, മറ്റേ ചെടി റെഡിയാക്കാൻ, അത് ഇന്നലെ വാങ്ങാൻ മറന്നുപോയി. അപ്പൊ വാങ്ങാൻ പോകാൻ നോക്കി, പിന്നെ വേറെ എന്തെങ്കിലും ആയിപ്പോയി, അത് വിട്ടുപോയി. ഞാനൊരു OCD ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ ശരിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. കത്തിയാണ് നല്ല കേൾക്കണ്ടേ, വെറുതെ എന്റെ തോന്നലല്ല. ഈ OCD എന്ന് പറയുന്നത് കണ്ടോ, ഇതുകൊണ്ട് എങ്ങനെയാണ് ഞാനൊരു ആ മാങ്ങെടുത്തത്. മൂർച്ച ഉണ്ടാവാൻ സാധ്യത ഇല്ല. വേദനക്കുണ്ടാവും. മൂർച്ചല്ലേ. ഇത് സ്പീഡ് കൂട്ടി എന്താണെന്നറിയോ, ഒരുപാടുണ്ട്.
ഇതും 2 മാങ്ങ ചെത്തിക്കഴിയുന്നത് വരെ എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ടാൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടത് കേട്ടോ. ഇത് ഇങ്ങനെ കൊണ്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ഇതും തന്നെ അങ്ങോട്ട് കഴിക്കുക. അതെങ്ങനെയുണ്ട്? ആ ആ പോരെ ഏ ഓംലേറ്റ് കഴിക്കാം. അല്ല, ഓംലേറ്റ് അല്ല, ബുൾസി കഴിക്കാം. ചട്ടി ചൂട് പോയില്ലോ, ഞാൻ ചട്ടി തന്നെ എടുത്ത് വെക്കുക. പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ, ഞാനത് കൂട്ടിയില്ല. അത് നല്ല പോലെ വറവിടുന്നതല്ലേ, അതുകൊണ്ട് അത് കഴിക്കാൻ. ഇനി ഓണത്തിന് ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് കഴിക്കും. എല്ലാ ഓണത്തിനും എന്തെങ്കിലും അലമ്പുണ്ടാവുന്നതാണ്. ഈ ഓണത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ആ ഓ, എവിടെ കെട്ടിയുണ്ട്, വെള്ളം എവിടെ തടഞ്ഞു നിന്ന പോലെ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഈ രേണുസുധീനെ ഒന്നും കാണുന്നില്ലല്ലോ. ക്യാൻസറാന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ എന്തോ ചെറിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ രേണുസുധീന്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ ആ യൂണിവേഴ്സിറ്റിക്ക് എത്തായിട്ടാണോ എന്താണെന്നറിയില്ല. വയ്യാതായോ? നിങ്ങൾക്ക് ആ മാങ്ങ നല്ല മധുരണ്ട്. ഓ, കുറെ അലക്കാനുണ്ട്. ഞാൻ ഈ എല്ലുപൊടിയും എല്ലാം കൂടിയുള്ള സോയാബീൻ പിണ്ണാക്കും മിക്സ് 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. 1 കിലോ ആണോ അറിയില്ല. അത് ഇടാന്ന് കരുതി വാങ്ങിയിരുന്നു. ഇമ്മാശം മഴ പെയ്യുമ്പോ അത് ഇടുന്നതിൽ എന്തോ കാര്യമുണ്ടോ, അത് ഞാൻ ഇട്ടില്ല. മഴ ഒന്നും നിൽക്കട്ടെ.
എന്നിട്ടിടാൻ വരും. ചട്നി ഇപ്പൊ തന്നെ ഇങ്ങനെ നിങ്ങളിങ്ങനെ കാണുന്ന ഒരു വീഡിയോ ഇങ്ങനെ പോണെ. പിന്നെ അതോടെ വീഡിയോ അവസാനിച്ച് ആരെങ്കിലും എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും തന്നെ. ഇന്നലെ അച്ഛൻ്റെ ചിക്കൻ വെച്ച് കണ്ടുവരും. എണ്ണയാണ് അത് കണ്ടപ്പോൾ 2 പീസ് ഞാൻ എടുത്ത് ചിക്കൻ തരും. അപ്പൊ ഇതുവരെ വറവ് പുളിഞ്ഞു കഴിക്കില്ല, അതാക്കില്ല എന്ന് പറഞ്ഞപ്പോ വെറുതെ ആയില്ലേ എന്റെ കയ്യിൽ. ഇതാണ് അവസ്ഥ. എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഫുൾ ബോഡി ഒന്ന് ചെയ്ത് നോക്കണം, എന്താ അവസ്ഥ നോക്കാം. ഇന്നലെ ഒരു 750 ml വെള്ളം കൊണ്ടുപോയിട്ട് ഇന്നാ തീർന്നത് കണ്ടോ. ലാസ്റ്റ് തുള്ളി ഇവിടെ കുടിച്ചു. പിന്നെ എങ്ങനെ അവിടെ വേദന വന്നിട്ട് ഒരു ദിവസം കുടിച്ച വെള്ളത്തിന്റെ അളവാണ് കേട്ടത്. 2 ലിറ്റർ വെള്ളം കുടിക്കണം. 2 കുടിച്ചാൽ പോരാ. ജിമ്മിനൊക്കെ പോകും. എന്നിട്ട് അവസാനം എങ്ങനെയാവുന്നറിയോ കേട്ടോ, ഈ മഞ്ഞ മുഴുവൻ ഇങ്ങനെ കിട്ടും ബുൾസൈ അടിച്ച്. ഇങ്ങനെ ബുൾസൈ അടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചുവിട്ടാൽ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ ഇത് കഴിക്കേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ടയിലുള്ളത് 2 ഉണ്ടാവും. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്, മഞ്ഞൊക്കെ ഒഴിവാക്കിയിട്ട് ചിക്കൻ പൊരിച്ചിട്ട് കഴിച്ചു. ഒരു ലോജിക്കും ഇല്ല എന്ന് പറയാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം. ഓക്കെ, വേറെ ഉണ്ട്. ഇതൊക്കെ കഴുകി വെക്കണം. കയ്യൊക്കെ വേദന. പ്രായത്തിന്റെ പ്രശ്നങ്ങളാണ്. പ്രായത്തിന്റെ ആണോ ഇനി എന്തോ ഒരു വയ്യായി. വേഗം വേദന വരും. ഇതുകൂടി കഴുകണ്ടേ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഉണ്ടായിരുന്നു. ഞാനത് ഫാസ്റ്റ് ആക്കിയതാണ് കേട്ടോ. പാത്രം ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിന്നത് അത് ഒഴിവാക്കി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു.
ഇനി വേറെ പരിപാടി മഴേൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് കുറച്ച് അലക്കാനുണ്ട്, അതുകൂടി ചെയ്യണം. അടുത്ത സീനിൽ മിക്കവാറും അതായിരിക്കും. വേറെന്താ, വേറെ നമുക്ക് അടുത്ത സീനിൽ അങ്ങോട്ട് കാണാം. അപ്പൊ ഉണ്ടല്ലോ, ഇത്രയും ഉണ്ട് അലക്കാനെന്ന്. പനിയും ജലദോഷമൊക്കെ പിടിച്ചതിൻ്റെ ഒരു ഗ്യാപ്പാണ്. അതല്ലേ ഞാൻ ഡെയിലി അങ്ങ് അലക്കി തീർക്കും. അപ്പൊ എന്നാ പറഞ്ഞു വന്നത്? അലക്കണല്ലേ, അലക്കട്ടെ. മഴ ഇപ്പൊ പെയ്യും. ഓ, പെയ്തു. മഴ പെയ്തു. ഗ്യാപ്പിൽ അലക്കി തീർക്കണം എന്ന് വിചാരിച്ചത്. ഇതിലൊന്നും പിന്നെ അത്ര വെറുതെ പൊളിക്കുന്നല്ലേ. എന്റെ വട്ടം പോയാലേ പിന്നെ വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ തല്ലിയാ മതി. അപ്പൊ ഞാനെല്ലാം അലക്കി തീർത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ചെറുതായിട്ടൊരു മഴ പെയ്തു, അതാ പിന്നെ വീഡിയോ എടുക്കാതെ വന്നത്. ഇനി ഇത് അവിടെ എവിടെയെങ്കിലും ഗ്യാപ്പിൽ കൊണ്ടിടട്ടെ. അവ അടുത്ത സീനിൽ കാണാം. ഓക്കേ, ഈ ടൈപ്പ് പണിട്ടു നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആട്ടെ.
കുറച്ച് കൂടുതൽ സമയം ഞാൻ ചെയ്യേ. എന്തായാലും ചപ്പാത്തി മേടിക്കും. ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഈ സോയാബീനും ഞാൻ 2 കോഴിമുട്ടയുള്ളത് അതിൽ ഇപ്പൊ ഉപ്പ് റെഡി ആയിട്ടുണ്ട്. 2 ചപ്പാത്തി എടുത്തുള്ളൂ. നല്ല വലുപ്പമുള്ള ചപ്പാത്തിയാണ്. അതുകൊണ്ട് 2 ചപ്പാത്തിയും ഇത് ഫുൾ പ്രോട്ടീൻ. അതിനുശേഷം പിന്നെ ഞാൻ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി മുക്കൊക്കെ ഒന്ന് കറങ്ങി. മുക്കത്ത് പുഴയൊക്കെ ഒന്ന് പോയി നോക്കി. വെള്ളം കുറഞ്ഞൊന്ന് പോയി നോക്കിയതാണ്. പക്ഷേ ഇത് കണ്ട, ഞാൻ കരുതി വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് വലിയ മഴയൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, നല്ല വെള്ളമാണ്. ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം കയറിയിട്ടുണ്ടാവും. ആ കരകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നല്ല മഴ പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷേ മലയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ടാവുമെന്ന് തോന്നി ഈ വെള്ളം കണ്ടപ്പോൾ. പിന്നെ ദിബിനെ വിളിച്ചു നോക്കിയപ്പോൾ ദിബിന് പറഞ്ഞു നാം എല്ലാം പുളിയമാടേക്ക് പോകാമെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി അവിടെയൊക്കെ വെള്ളമാണ്. ഇത് മറ്റേ ചേന്ദമംഗല്ലൂരാണ്. ചേന്ദമംഗല്ലൂർ ഇത്ര വെള്ളമുണ്ട്, ഫുള്ള് വെള്ളം. അങ്ങനെ ഞാൻ കൂളിമാട് വഴി, കൂളിമാടല്ല, പുൽപ്പള്ളി വഴി അങ്ങോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഇവിടത്ത് വെള്ളം കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിർത്തി. ഇവിടെ ബോട്ടും തോണിയൊക്കെ ഉണ്ട്. ബോട്ടതാണ്, അത് ബോട്ടല്ല, അത് മറ്റേ ഇതിലെ ട്യൂബാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ തോണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട തോണി. അവർ നമ്മളെ കണ്ടപ്പോൾ കയ്യെ കാണിക്കുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട്. പണ്ട് നമ്മളിങ്ങനെ വെള്ളം വരുമ്പോൾ ചങ്ങാടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ പോവുമായിരുന്നു. ഇത് കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു എന്ന് പറയാം. പിന്നെ പുൽപ്പറമ്പ് എത്തിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല. റോഡിൽ വെള്ളം കയറി ബ്ലോക്കാണ്. ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ദിപിനെ വിളിച്ച് നോക്കി. ദിപിൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കരുതി മറ്റേ കൊടിയത്തൂർ ചെറുവാടി വഴി കറങ്ങിയ കൂളിമാടേക്ക് പോകാമെന്ന്. അങ്ങനെ ആ വഴി കൂളിമാടേക്ക് പോയി. കൂളിമാടെന്ന് പിന്നെ ഞങ്ങൾ അരീക്കോട് ഭാഗത്തേക്ക് അവിടെ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഏതൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ഒരു കടയിൽ ഇവിടെ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ഞങ്ങൾ ആദ്യം ഇവിടെ കയറി സീറ്റ് പിടിക്കാൻ നോക്കുക. ടേബിളൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. അയാളാള് നല്ലത്. നമ്മളിരുന്നാ മതി. ആ ലൈറ്റ് വരുന്നു. ലൈറ്റ് ഇരുന്നവർക്ക് എന്തായാലും തരും. 200 കിട്ടാതെ അല്ലേ കട.
ഞങ്ങൾ ശരിക്കും അവിടുന്ന് പോകുന്നത് ഒരു 6:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അത്രയും നേരം ഈ ഹോട്ടല് ഈ തട്ടുകട തുറക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിന്നിരുന്നു അവിടെ. പിന്നെ ഒരു 7:45 അവിടെ ഓപ്പൺ ആക്കിയതും തന്നെ അവിടെ ആള് ഫുള്ളായിട്ടുണ്ട്. ഞങ്ങളും അവിടെ വേഗം സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് അവരൊരു കത്രികയും കൊണ്ടു തന്നു. ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല ചെയ്തിട്ട് അത് എന്തിനാണ് കത്രിക എന്നൊക്കെ. അങ്ങനെ എന്തായാലും 100 രൂപയ്ക്ക് മന്തിയും ചിക്കൻ ആണ് ഇതിൻ്റെ സംവിധാനം. ആ കത്രികനോട് ഈ ടൈമില്ലാത്തൊരു അങ്ങനെ കട്ട് ചെയ്യാറില്ല. കട്ട് ചെയ്യേണ്ടിയിട്ടുണ്ട്. എന്തിനാണ് കത്രിക എന്ന് ചോദിച്ചാൽ ഇതിനാണ് പറഞ്ഞാൽ ആരത് ഇങ്ങനെ പാർസൽ. ഇനി ഇത് ഓപ്പണായി എന്തായാലും മസാല ഇതുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചിക്കൻ നല്ല മസാലയൊക്കെ ആയിട്ട് ആ മസാല മതി ഈ മന്തി കഴിക്കാൻ. അങ്ങനെ ടേസ്റ്റാണ്. അപ്പം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പോയി അവിടെ സീറ്റൊക്കെ പിടിച്ചിരുന്നുകൊണ്ട് പിന്നെ 5 രൂപയ്ക്ക് കട്ടൻ കാപ്പിയുണ്ട്, അല്ല കട്ടൻ ചായ. എൻ്റെ ലൊക്കേഷൻ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു നേരെ വീട്ടിലേക്ക് പോകും. നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങോട്ട് വീട്ടിലെത്തി. പിന്നെ അവിടെ ഇവൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നു. കഴിഞ്ഞു, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് ലെങ്തായി പോയില്ലേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.